നിങ്ങൾക്കെല്ലാവർക്കും നമ്മളെയും നാട്ടാരെയും സലാം. അസ്സലാമു അലൈക്കും. ലോകമൊട്ടുക്കും ഇന്ന് സാമ്പത്തിക മാന്ദ്യത്തിൽ കറങ്ങാണ്. അമേരിക്ക അടക്കല്ല വലിയ കിബറന്മാരൊക്കെ പൊട്ടി പാളീസായി. കിബർ നടിച്ച അങ്ങനെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കഥ ഉണ്ട്. ഈ സമയത്ത് അതിന് നല്ല പ്രസക്തി ഉണ്ടാവും. അത് ഞങ്ങൾക്ക് പറഞ്ഞതാണ്. എന്താന്ന് വെച്ചാല് ഒരിടത്തൊരു വലിയ മുതലാളിന്റെ ഈ ലോകത്ത് വെച്ച് കിട്ടുന്നതിലൊക്കെ മുന്തിയത് മൂപ്പരത്തിന്റെ ഒരു പടുകൂറ്റ മണിമാളിക, അതിനൊരു പൂന്തോപ്പ്, എന്തിനധികം പറയണം, ആരും മോഹിക്കുന്ന ഒരു കെട്ടിയോളും. ഇന്നാണ് രസം. ഒരു ദിവസം മട്ടുപ്പാവിലിരുന്ന് ഇയാൾ ഭാര്യയുമായി ഇങ്ങനെ കുത്തർക്കേനി. അപ്പോഴാണ് താഴ്ന്നൊരു വിളി, അയ്യോ വല്ലതും തരണേ, പാമാണേ, വല്ലതും തരണേ. തന്റെ രസച്ചരട് മുറിച്ചു കളഞ്ഞ യാചകനോട് ഇയാൾക്ക് കലി കയറി. താഴെ നല്ലൊരു ഊട്ടിപ്പട്ടിന്റെ ഇയാൾ ഇറങ്ങിച്ചെന്ന ആ ഊട്ടിപ്പട്ടിന് ആ പാവം യാചകന്റെ നേർ കഴിച്ചു വിട്ടു. പാവം ആ മനുഷ്യന്റെ വലിയ കടിച്ചെടുത്തു പട്ടി. വേദന കൊണ്ട് അയാൾ തുണി കൂടെ സെറിഞ്ഞ് മൂത്രയിട്ടിക്കണേ. പച്ച പാവല്ലേ. സംഗതി ഏതായാലും മുതലാളിന്റെ പെണ്ണുങ്ങളെ നല്ലോളേത്. ഓള് പറഞ്ഞു, ഇക്ക നിങ്ങളെന്താ കാട്ടിയത്? ആ സാധുവിനോട് മാപ്പ് ചോദിച്ചോളെ. അയാൾ ദേഷ്യം കയറി പറഞ്ഞു, ഇച്ചൊന്ന് പോകണ്ടെന്ന്, ഇച്ചു മാണ്ടിയതൊക്കെ ഞാനും കാട്ടും പറഞ്ഞു. ആ സമയത്ത് ആ പാവം യാചകൻ ഒരു മരച്ചുവട്ടിലിരുന്ന് കരണിങ്ങനെ പഠിച്ചവനോട് പരാതി പറയാണ്, അല്ല കൂട്ടരെ, നിങ്ങൾ മറന്നോ? ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പടച്ചോ കടുപ്പം കേൾക്കുമെന്ന് ഞങ്ങളോട് കഴിഞ്ഞെല്ലാം പറഞ്ഞത്. അതേമാതിരി ഇയാളെ ദുരിയും പടച്ചോൻ കേട്ടു. പിന്നല്ലേ പുകില്. നിങ്ങൾക്ക് കേൾക്കണോ? ഈ മുത്തക്കബിറായ മുതലാളിക്ക് അസുഖം വന്നു. ചില്ലറ അസുഖമൊന്നല്ല, എല്ലാരും വെറുക്കുന്ന അസുഖം. ഏതായാലും കുറെ ചികിത്സിച്ചോക്കി, കോയി ഫായിദ നഹി ഹെ. മാത്രല്ല ഇല്ല സ്വത്തൊക്കെ വിറ്റ് തൊലക്കുകയും ചെയ്തു. ഒടുക്കെ ആ വലിയ മാളികയും വിറ്റു. സ്നേഹനിധിയായ ഭാര്യ അല്ലാത്ത എല്ലാവരും മൂപ്പരെ ഒഴിവാക്കി. ആ പെണ്ണ് ഇപ്പത്തെ ചെറ്റക്കുടിലിൽ അയാളെ പരിപാലിച്ചു. പക്ഷെ ഓളെ കുടിക്കാര് വന്ന് ഓളെ ബലമായി കൊണ്ടുപോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഓളെ വേറെ കെട്ടിക്കുകയും ചെയ്തു. മാപ്പിളന്റെ ഓർക്ക് ചെന്നപ്പോഴല്ലേ സംഗതി അറിയുന്നു. മൂപ്പരാൾ വിരല് മുന്നിക്കണേ. ഒടുക്കം പോക്ക് മനസ്സിലായി, ഇത് പഴയ യാചകനാണെന്ന്. ഇന്ന് ബടാ സമ്പന്നനായിക്കണ ഇയാള്. അങ്ങനെ പുതിയണ്ണും പുതിയാപ്പളയും സസുഖം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്. അതിനിടക്ക് ഒരു ദിവസം പേരന്റെ മുറ്റത്തുനിന്നുണ്ടൊരു വിളി, അയ്യോ വല്ലതും തന്നെ, പാവമാണേ, ഇപ്പൊ ചാകുവേ. അതിൽ നല്ലവനായ മുതലാളി പറഞ്ഞു, എടി ആ പാവത്തിന് എന്തെങ്കിലും കൊടുത്താ? നിങ്ങളോട് പറയാണെങ്കിൽ യാചകനെ കണ്ടേക്ക് പെണ്ണ് ബോധം കെട്ടണ് വീണു. അല്ലാ, എന്താ കാരണം എന്നറിയോ? അതോളെ പഴയ ഭർത്താവേനി. എങ്ങനെയുണ്ട് ചങ്ങായിമാരെ? അതുകൊണ്ട് ആരും കിബർ കാട്ടണ്ട, പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കണ്ട. മേലെ ഒരുത്തനുണ്ട്, മറക്കരുട്ടോ. ഇതാണ് ബുഷിനോടും ടോണി ബ്ലെയറിനോടും എല്ലാ ലോക തെമ്മാടികളോടും പറയാനുള്ളത്. നിങ്ങളെ സാമ്രാജ്യമൊക്കെ 8 നിലയിൽ പൊട്ടിയതിന്റെ മെയിൻ കേസ് ഇതാണ്. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.